നമസ്കാരം, ഞാൻ സ്നേഹ എലിസബത്ത് ജേക്കബ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മോദിക്ക് മറുപടിയുമായി പിണറായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം തകർക്കുന്നതിന് കൂട്ടുനിന്ന ആളാണ് കേരള സർക്കാരിനെ വിമർശിക്കുന്നത്. മോദിക്ക് ഇപ്പോഴും സംഘപരിവാർ പ്രചാരകന്റെ മനസ്സാണെന്ന് പറഞ്ഞ പിണറായി, ഭക്ഷണത്തിന്റെ പേരിലും പശുവിന്റെ പേരിലും മനുഷ്യരെ കൊല്ലുന്ന മാനസികാവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചുവെന്നും ആരോപിച്ചു. സംഘപരിവാർ അതിക്രമങ്ങളെയാണ് പ്രധാനമന്ത്രി എതിർക്കേണ്ടത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ ചേരിതിരിവിനുള്ള ശ്രമം കേരളത്തിൽ നടക്കില്ല എന്നും വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നടന്ന ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 10ാം ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളെ CPM ആക്രമിക്കുന്നുവെന്ന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ പറഞ്ഞിരുന്നു. വാഗ്ദാന മഴയുമായി രാഹുൽ. തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ടവർക്ക് മിനിമം വരുമാനം ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. പദ്ധതി തൊഴിലുറപ്പ് മാതൃകയിൽ നടപ്പാക്കും. രാജ്യത്ത് ഓരോ സാധാരണക്കാരനും നിശ്ചിത വരുമാനം ലഭിക്കും. പട്ടിണിയും ദാരിദ്ര്യവും തുടച്ചുമാറ്റാൻ ഈ പദ്ധതികൾ സഹായമാകുമെന്നും രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തരം ഇന്ത്യക്കാരെ സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞ രാഹുൽ, ഒരൊറ്റ ഇന്ത്യയാണ് വേണ്ടതെന്നും പറഞ്ഞു. അതിനിടെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. കേന്ദ്ര സർക്കാരിന്റെ 1 റാങ്ക് 1 പെൻഷൻ എന്ന OROP കോൺഗ്രസിന് ഒള്ളി രാഹുൽ ഒള്ളി പ്രിയങ്ക എന്ന് പരിഹാസം. കഴിഞ്ഞ 70 വർഷമായി രാജ്യത്തെ സേനാ വിഭാഗത്തെ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് സേനാ വിഭാഗത്തിലെ ഒരേ റാങ്കിലുള്ളവർക്ക് ഒരേ പെൻഷൻ അനുവദിച്ചത്. ഷായുടെ കടന്നാക്രമണം ഉനയിൽ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കവേ. കന്നഡ നാടകം തുടരുന്നു. കർണാടകയിൽ ഭരണപക്ഷത്തെ തർക്കം പരസ്യമാക്കി മുഖ്യമന്ത്രി HD കുമാരസ്വാമി. കോൺഗ്രസ് JDS സഖ്യ സർക്കാരിന്റെ നിലനിൽപ്പ് ആശങ്കയിലാക്കി കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി HD കുമാരസ്വാമി. നിയമസഭാംഗങ്ങളെ കോൺഗ്രസ് നിലയ്ക്ക് നിർത്തണമെന്നും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നും കുമാരസ്വാമിയുടെ പ്രഖ്യാപനം. സിദ്ധരാമയ്യ ആണ് തങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് MLA-മാരുടെ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു കുമാരസ്വാമി. കോൺഗ്രസ് MLA-മാർ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിക്കുകയാണെന്നും JDS നേതാവിന്റെ പ്രതികരണം. അതേസമയം കുമാരസ്വാമിക്കെതിരെ പരാമർശം നടത്തിയ MLA ST സോമശേഖരനോട് വിശദീകരണം തേടി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. നടപടി കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന്. വിശദീകരണം ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് PCC അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായാൽ മതിയായിരുന്നുവെന്നും അങ്ങനെയെങ്കിൽ കർണാടകയിൽ കൂടുതൽ വികസനം ഉണ്ടായേനെയെന്നും ST സോമശേഖര റാവു ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. അതേസമയം കുമാരസ്വാമി മുഖ്യമന്ത്രി ആയിരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്ന് ഉപമുഖ്യമന്ത്രി G. പരമേശ്വര. കോൺഗ്രസ് MLA-മാരുടെ പരാമർശങ്ങൾ വ്യക്തിപരമെന്നും കൂട്ടിച്ചേർക്കൽ. അതിനിടെ കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ പൊതുവേദിയിൽ യുവതിയോട് മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മൈസൂരുവിൽ യുവതിയിൽ നിന്ന് സിദ്ധരാമയ്യ മൈക്ക് തട്ടിപ്പറിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. മലയാളം കീഴടക്കി മഹാഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള മുഹൂർത്തങ്ങൾ കോർത്തിണക്കി കൗമുദി TV ഒരുക്കുന്ന മഹാഗുരു മെഗാ പരമ്പരയുടെ പ്രചരണം 7ാം ദിവസത്തിൽ. കൊടുങ്ങല്ലൂരിലെ സ്വീകരണത്തിന് ശേഷം ഗുരുവായൂരിലെത്തിയ പ്രയാണത്തിന് ലഭിച്ചത് ഗംഭീര വരവേൽപ്പ്. യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ, സെക്രട്ടറി സജീവൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ച് ഹാരാർപ്പണം നടത്തി. തുടർന്ന് പ്രിവ്യൂ ഷോ നടന്നു. പാർട്ടിയാണ് പോലീസ്. CPM ഓഫീസ് റെയ്ഡിൽ മുഖ്യന് പിന്നാലെ ചൈത്ര തെരേസ ജോണിനെ വിമർശിച്ച് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും. പാർട്ടി ഓഫീസിൽ റെയ്ഡ് നടത്തിയത് വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി. സർക്കാരിന് മുകളിൽ ഒരു ഉദ്യോഗസ്ഥയും പറക്കാൻ ശ്രമിക്കേണ്ട. പോലീസ് ഓഫീസർമാർ ശ്രമിക്കേണ്ടത് നിയമവാഴ്ച നടപ്പാക്കാൻ. എന്നാൽ DCPയുടെ നീക്കം ആസൂത്രിതമെന്ന് കരുതുന്നില്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ. സ്ത്രീയായാലും പുരുഷനായാലും നിയമവ്യവസ്ഥയെ അനുസരിക്കണമെന്നും കൂട്ടിച്ചേർക്കൽ. ഉദ്യോഗസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയതും രൂക്ഷ വിമർശനങ്ങൾ. രാഷ്ട്രീയ പ്രവർത്തകരെ ഇകഴ്ത്തിക്കെട്ടാൻ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലും ശ്രമം നടക്കുന്നുണ്ട്. റെയ്ഡ് ഇതിന്റെ ഭാഗം. പാർട്ടി ഓഫീസുകളിൽ സാധാരണ റെയ്ഡ് നടക്കാറില്ല എന്ന് പറഞ്ഞ മുഖ്യൻ പാർട്ടി ഓഫീസുകൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും ഓർമ്മിപ്പിച്ചു. സാധാരണ നിലയിൽ അന്വേഷണങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കാറുണ്ട് എന്നും കൂട്ടിച്ചേർക്കൽ. നേതാക്കൾ ഉദ്യോഗസ്ഥയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് ചൈത്ര തെരേസ ജോണിന് അനുകൂലമായി ADGP റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ. ചൈത്ര നിർവഹിച്ചത് അവരുടെ ജോലി മാത്രമെന്നായിരുന്നു DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ADGP മനോജ് എബ്രഹാമിന്റെ കണ്ടെത്തൽ. റെയ്ഡിൽ നിയമപരമായി തെറ്റില്ല, എന്നാൽ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമായിരുന്നുവെന്നും പരാമർശം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.